ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു മുന്നൊക്കെ. അതെനിക്ക് ഒന്ന് നമ്മൾ ആ ഭാഗത്തൊക്കെ കൂടുതൽ അങ്ങനെ, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോകും അവരിതിൽ. അപ്പോൾ മെയിൻ പറഞ്ഞത് നീ ഗൾഫിലൊന്നും പോകൂലേ, അങ്ങനെയൊന്നും പോകൂല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ പ്രോഗ്രാമിനായാലും ഒരുപാട് അങ്ങനെ അല്ലെങ്കിലും അത്യാവശ്യം ആളെ കൊണ്ട് ഞാനും കൂടെ പ്രോഗ്രാമിന് പോകുന്നുണ്ട്. എന്ത് രീതിയിലായാലും നമ്മളും പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്. ഇടയ്ക്കിടെ പുറത്തുള്ള ഷോകളൊക്കെ ഉണ്ട്. ഷോകളും അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ എന്തായാലും ഗൾഫിൽ തന്നെയാണ് പ്രോഗ്രാംസ് ഒക്കെ. അപ്പം അങ്ങനെ ആ രീതിയിലൊക്കെ പോയി ഒരുപാട് ആൾക്കാർ പാട്ട് കല്യാണത്തിൻ്റെ സമയത്ത് പറഞ്ഞു വേണ്ട, ഒന്നാമത് പാട്ട് പാടുന്ന ആള് ഞാൻ പക്ഷെ അന്നേരം പാടുന്നത് സ്കൂളിൽ അങ്ങനെ പാടിയെന്നല്ലാതെ അത്യാവശ്യം ചെറുതിൽ പ്രോഗ്രാമിനൊക്കെ പോയി. പിന്നെ വലുതായപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ പാടാനൊക്കെ വിടുന്നൊന്നുമില്ല, പോണ്ട പഠിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരെ വീട്ടിൽ നിന്നാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. എൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ വലിയതാകുമ്പം കാരണന്മാരൊക്കെ പറയുമല്ലോ വലിയ കുട്ടിയായി ഇനി അങ്ങനെ സ്റ്റേജിലൊന്നും പാടാൻ പോകണ്ട എന്നുള്ള ഒരു ഇതിലായിരുന്നു.